20 ലോക്സഭാ മണ്ഡലങ്ങൾ, 3 പ്രധാനപ്പെട്ട മുന്നണികൾ. ആര് ജയിക്കും, ഏതൊക്കെ മണ്ഡലങ്ങൾ UDF നേടും, ഏതൊക്കെ മണ്ഡലങ്ങൾ LDF നേടും, ഏത് മണ്ഡലം NDA പിടിക്കും എന്നൊക്കെ അറിയുവാൻ കാര്യമായ രീതിയിൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് കേരള ജനത. തങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി വിജയിക്കുമോ, എന്താണ് അവിടുത്തെ ജനങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നതൊക്കെ അറിയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പും തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞും കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളും സർവേകൾ നടത്താറുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് പ്രീപോൾ സർവേയും തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ സർവേയും കാര്യമായ രീതിയിൽ കേരളത്തിലും നടത്താറുണ്ട്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ആരൊക്കെ വിജയിക്കും എന്ന അവരുടെ സർവേ ഫലങ്ങളിൽ പല മാധ്യമങ്ങളും പറയുന്നത് പല ഉത്തരങ്ങളാണ്. ചിലർ LDFന് മുൻതൂക്കം പറയും, ചിലർ UDFന് മുൻതൂക്കം പറയും, മറ്റു ചിലർ NDA ഇക്കുറി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും സർവേ ഫലത്തിൽ പറയും. എങ്കിലും മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി കേരളത്തിൽ ഇത്ര മണ്ഡലങ്ങളിൽ ഇന്ന സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് ഒറ്റസ്വരത്തോടു കൂടി പറയുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് പരിശോധിക്കാം. കേരളത്തിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 പോലെ UDFന്റെ തരംഗം തന്നെയായിരിക്കും നടക്കുക എന്നാണ് ഒട്ടുമിക്ക മാധ്യമങ്ങളും പറയുന്നത്. എന്നാൽ 2019 19 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചതെങ്കിൽ 2024 അത് 20 തികയ്ക്കുമെന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ട്. എന്നാൽ 19 ലഭിക്കില്ല, 12ലേക്കും 13ലേക്കും 16ലേക്കുമൊക്കെ താഴ്ന്നു പോകുമെന്ന് പറയുന്ന മാധ്യമങ്ങളുമുണ്ട്. NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ട്, തുറക്കില്ല എന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് പരിശോധിക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട 5 മാധ്യമ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തിയ സർവേ ഫലങ്ങളാണ് പരിശോധിക്കുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത് UDF തന്നെ കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കുമെന്നാണ്. എങ്കിലും 13 സീറ്റുകൾ നേടുമെന്ന് പറയുന്നവരുണ്ട്, 16 സീറ്റുകൾ നേടുമെന്ന് പറയുന്നവരുണ്ട്, 20ൽ 20 നേടുമെന്ന് പറയുന്നവരുണ്ട്, 15 സീറ്റ് നേടുമെന്ന് പറയുന്നവരുണ്ട്, 18ഓളം സീറ്റുകൾ നേടുമെന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ട്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷം 3 മുതൽ 7 വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നവരുണ്ട്, സീറ്റുകൾ ഒന്നും തന്നെ നേടില്ല എന്ന് പറയുന്നവരുണ്ട്, 4 സീറ്റുകൾ നേടുമെന്ന് പറയുന്നവരുണ്ട്, 5 മുതൽ 6 വരെ സീറ്റുകൾ നേടുമെന്ന് പറയുന്നവരുണ്ട്, 2 സീറ്റുകൾ മാത്രമേ LDF നേടൂ എന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ട്. NDAയിലേക്ക് വരുമ്പോൾ 0 മുതൽ 2 വരെ സീറ്റുകൾ NDA നേടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ചുരുക്കം ചില മാധ്യമങ്ങളുണ്ട്. എന്തായാലും 5 മാധ്യമ സ്ഥാപനങ്ങൾ 9 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരേപോലെ സർവേ ഫലങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ 9 ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ പാർട്ടിയായിരിക്കും വിജയിക്കുക, ഈ സ്ഥാനാർത്ഥിയായിരിക്കും വിജയിക്കുക. പരിശോധിക്കാം ഏതൊക്കെയാണ് ആ മണ്ഡലങ്ങളെന്ന്. തിരുവനന്തപുരം, കൊല്ലം, വയനാട്, പൊന്നാനി, മലപ്പുറം, കോഴിക്കോട്, ആലപ്പുഴ, കോട്ടയം, എറണാകുളം. ഈ 9 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF തന്നെയായിരിക്കും അധികാരത്തിൽ എത്തുക എന്നാണ് കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള മാധ്യമങ്ങളും സർവേ ഫലങ്ങളിലൂടെ പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ പേര് തിരുവനന്തപുരത്തിൻ്റെതാണ്. അതായത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് ഇടതുപക്ഷം അവകാശപ്പെടുകയും എന്നാൽ ശക്തമായ പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിലായിരുന്നുവെന്ന് BJPയും കോൺഗ്രസും പറയുന്ന തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരം എന്ന ലോക്സഭാ മണ്ഡലം. 3 തവണ അടുപ്പിച്ച് MP ആയ ശശി തരൂരിനെ ഇക്കുറി തിരുവനന്തപുരത്തെ ജനങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന് പറയുമ്പോഴും സർവേ ഫലങ്ങളിൽ മാധ്യമങ്ങൾ പറയുന്നത് നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ശശി തരൂർ തിരുവനന്തപുരത്ത് വിജയിക്കും എന്നാണ്. രാജീവ് ചന്ദ്രശേഖരന് കാര്യമായ രീതിയിൽ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത തരത്തിലേക്ക് കൂടുതൽ വോട്ടുകൾ ശശി തരൂർ നേടുമെന്ന് സാരം. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം നേടിയ ശശി തരൂരിന് എത്ര കൂട്ടിക്കിടിച്ചു നോക്കിയാലും 20,000-ഓ 40,000-ൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ ശശി തരൂർ തന്നെ വിജയിച്ചേക്കാമെന്നാണ് കേരളത്തിലെയും കേരളത്തിന് പുറത്തുള്ള ചില മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പറയുന്നത്. മറ്റൊന്ന് കൊല്ലമാണ്. NK പ്രേമചന്ദ്രൻ്റെ കൊല്ലം, RSPയുടെ കൊല്ലം. കാലങ്ങളായി RSP ഭരിച്ചു വരുന്ന NK പ്രേമചന്ദ്രൻ ഭരിച്ചു വരുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ താരപ്രചാരകനായ മുകേഷ് സ്ഥാനാർത്ഥിയാകുന്ന ഇടതുപക്ഷവും സിനിമാ താരം തന്നെയായ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്ന NDAയ്ക്കും പിടിച്ചുകെട്ടാൻ കഴിയാത്ത തരത്തിലേക്കുള്ള മൃഗീയ ഭൂരിപക്ഷത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായ NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് വിജയിക്കുമെന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പറയുന്നത്. വയനാട്ടിൽ ഭൂരിപക്ഷം നേരിയ തോതിൽ കുറയുമെങ്കിൽ പോലും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും വിജയിക്കുക എന്ന് എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി പറയുന്നുണ്ട്. അത് കേരളത്തിനകത്തും പുറത്തുമുള്ള മാധ്യമങ്ങൾ. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും ആനി രാജയെപ്പോലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ ഒരു വനിതാ നേതാവ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും BJPയുടെയും CPIയുടെയും CPMൻ്റെയും ഒക്കെ വോട്ടുകൾ അവരുടെ തന്നെ പാർട്ടി നേതാക്കന്മാരിലേക്ക് പോകും. കന്നി വോട്ടർമാരുടെയും സ്ത്രീകളുടെയും UDFൻ്റെയും ഒക്കെ വോട്ടുകൾ കൃത്യമായി കോൺഗ്രസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ വലിയൊരു ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും നേരിയ കുറവ് വന്നാലും രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കുമെന്ന് ഒറ്റക്കെട്ടായി പറയുന്നുണ്ട് എല്ലാ മാധ്യമങ്ങളും.
കാലങ്ങളായി പച്ചക്കൊടി പാറിപ്പറക്കുന്ന പൊന്നാനിയിൽ ഇക്കുറിയും UDF തന്നെ വിജയിക്കുമെന്നാണ് എല്ലാ മാധ്യമങ്ങളും പറയുന്നത്. ലീഗിൻ്റെ കോടിയിൽ വോട്ടുകൾ കുത്താൻ ഇപ്പോഴും ആർക്കും ഒരു മടിയുമില്ല. പൊന്നാനിയിൽ ലീഗ് തന്നെ വിജയിക്കുമെന്ന് എല്ലാ മാധ്യമങ്ങളും ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ പറയുന്നു. മലപ്പുറത്തും അതുതന്നെയാണ് മാധ്യമങ്ങളുടെ സർവേ ഫലങ്ങൾ. മലപ്പുറവും പൊന്നാനിയും സിറ്റിംഗ് എംപിമാരെ കൈമാറി സ്ഥാനാർത്ഥികളാക്കിയ ലോക്സഭാ മണ്ഡലങ്ങളാണ്. പൊന്നാനിയിലെ ET മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തേക്കും മലപ്പുറത്തെ അബ്ദുൾ സമദ് സമദാനിയെ പൊന്നാനിയിലേക്കും മാറ്റിക്കൊണ്ട് കൊഴിഞ്ഞു പോകുവാൻ സാധ്യതയുള്ള വോട്ടുകളെ കൂടുതൽ പ്രതീക്ഷ നൽകിക്കൊണ്ട് ചേർത്ത് പിടിക്കുവാൻ ശ്രമിക്കുന്ന ലീഗ് കഴിഞ്ഞ ദിവസവും സമസ്തയുമായുള്ള പ്രശ്നങ്ങളൊന്നും ലീഗിനെ ബാധിക്കില്ല എന്ന് അടിവരയിട്ട് പറയുന്നുമുണ്ട്. കഴിഞ്ഞ തവണത്തെ അത്ര വോട്ട് ഭൂരിപക്ഷം ഇക്കുറിയും ലീഗിനുണ്ടാകുമെന്ന് ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ മാധ്യമങ്ങളോട് പറയുന്നത്. സ്വാഭാവികമായും മാധ്യമങ്ങളും പറയുന്നത് അങ്ങനെ തന്നെയാണ്. പൊന്നാനിയിലും മലപ്പുറത്തും പച്ചക്കൊടി പാറിപ്പറന്നതുപോലെ UDFിൻ്റെ കൊടി പറന്നതുപോലെ ഇക്കുറിയും അവിടെ UDF തന്നെ വെണ്ണിക്കൊടി പാറിക്കുമെന്ന് തന്നെ സാരം. കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഇളമരം കരീം എന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും രാഘവേട്ടൻ എന്ന ചെല്ലപ്പേരിൽ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗങ്ങളിലും ഗ്രാമങ്ങളിലും നിറഞ്ഞു നിന്ന MK രാഘവനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ UDF തന്നെയായിരിക്കും കോഴിക്കോട് വിജയിക്കുക എന്ന് ഒരു മാധ്യമത്തിനും സംശയമില്ല. എല്ലാ മാധ്യമങ്ങളും പറയുന്നത് കോഴിക്കോട് MK രാഘവൻ തന്നെ വിജയിക്കുമെന്നാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായ UDFിന് വലിയ തിരിച്ചടിയായ ലോക്സഭാ മണ്ഡലത്തിലൊന്നായിരുന്നു ആലപ്പുഴ. കോൺഗ്രസിലെ മുസ്ലിം നേതാക്കന്മാർക്ക് മത്സരിക്കുവാൻ ഇടം നൽകിയ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനായിരുന്നു സ്ഥാനാർത്ഥി. KC വേണുഗോപാൽ ചേർത്ത് നിർത്തിയ ആലപ്പുഴ എന്നാൽ ഷാനിമോൾ ഉസ്മാനെ മത്സരത്തിനിറക്കിയതോടുകൂടി നഷ്ടമാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം മുതലേ KC വേണുഗോപാൽ തന്നെ ആലപ്പുഴയിൽ വീണ്ടും മത്സരിച്ച് ആലപ്പുഴ തിരിച്ചുപിടിക്കണം എന്ന ഒരു അഭ്യർത്ഥന കോൺഗ്രസിനുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ മത്സരിക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു സഹപ്രവർത്തകരും. ഒടുവിൽ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുവാനെത്തി. കേസ് വരുന്നതുവരെ AM ആരിഫ് വീണ്ടും അവിടെ തുടരുമെന്നായിരുന്നു പല മാധ്യമങ്ങളും വിധിയെഴുതിയത്. 2019 ആകെ എരിഞ്ഞു നിന്ന കനലായ AM ആരിഫ് വീണ്ടും മത്സരിക്കുമ്പോൾ അതൊരു കാട്ടുതീയായി മറ്റു മണ്ഡലങ്ങളിലേക്കും പടരുമെന്ന ആത്മവിശ്വാസം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. എന്നാൽ ആ കനലിനെയും കെടുത്തിക്കളയുവാൻ വേണ്ടി AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുവാനെത്തുന്നു. എല്ലാ മാധ്യമങ്ങളും പറയുന്നു കേരളത്തിന്റെ സ്വന്തം ദേശീയ നേതാവ് തന്നെ ആലപ്പുഴയിൽ വിജയിച്ചു വരുമെന്ന്. കോട്ടയം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ രാഷ്ട്രീയ തമ്മിലടി നടന്ന ലോക്സഭാ മണ്ഡലമാണ്. കേരള കോൺഗ്രസ് തമ്മിൽ മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മാണി വിഭാഗവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന ലോക്സഭാ മണ്ഡലം. കോട്ടയത്ത് സ്ഥാനാർത്ഥികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇടുക്കിയിൽ നിന്ന് ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്ത് മത്സരിപ്പിച്ചത് എന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ശക്തമായൊരു ചോദ്യമുയരുന്നു. സജി മഞ്ഞക്കടമ്പിലെ പോലെ പ്രാദേശിക നേതാക്കന്മാരുണ്ടായിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്? ഒപ്പം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ എന്ന UDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോടൊപ്പം ഇപ്പോൾ LDFിൽ ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് ഇക്കുറി LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതുകൊണ്ട് മത്സരം കടുക്കുമെന്ന് തന്നെ പറയാം. പാർട്ടി വിട്ട് പലരും മാണി വിഭാഗത്തിലേക്കും സ്വതന്ത്രമായി പാർട്ടി രൂപീകരിക്കുവാനൊക്കെ പോയെങ്കിൽ പോലും കോട്ടയത്ത് UDF തന്നെ വിജയിക്കൂ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ഏത് രാഷ്ട്രീയ കാറ്റ് എങ്ങോട്ട് വീശിയാലും കോട്ടയത്തിൻ്റെ മണ്ണ് UDFിനെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യുമെന്ന് മാധ്യമങ്ങൾ ഒറ്റ സ്വരത്തിൽ പറയുന്നു. മറ്റൊന്ന് എറണാകുളമാണ്. ഇടതുപക്ഷത്തിന് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളുള്ളതുപോലെ എറണാകുളം എന്നാൽ കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയാണ്. ഹൈബീഡൻ്റെ വ്യത്യസ്തമാർന്ന പ്രചരണ പരിപാടികളും വ്യത്യസ്തമാർന്ന ഗാനങ്ങളും പോസ്റ്ററുകളും ഒപ്പം താൻ മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങൾ നവമാധ്യമങ്ങളിലൂടെയും സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയുമൊക്കെ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴും BJPയുടെ കരുത്തനായ സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോഴും എറണാകുളം UDFിനെ വിട്ട് ഒരു കളിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് മാധ്യമങ്ങളും പറയുന്നത്. എന്തായാലും മാധ്യമ സർവേകളിൽ ഈ 9 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ UDF വിജയിക്കും എന്ന് പറയുവാനുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ വിജയ സാധ്യതകൾ പല മാധ്യമങ്ങളും പലതരത്തിലാണ് പറയുന്നത്. NDA തൃശ്ശൂരിൽ അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നവരുണ്ട്, തുറക്കില്ല എന്ന് പറയുന്നവരുണ്ട്. തിരുവനന്തപുരത്ത് ശക്തമായ പോരാട്ടമാണ് BJP നടത്തിയത് എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും ശശി തരൂർ തന്നെയായിരിക്കും വിജയിക്കുക എന്നാണ് അവർ പറയുന്നത്. എന്തായാലും സർവേ ഫലങ്ങളെല്ലാം സർവേ ഫലങ്ങളായി തന്നെ നിൽക്കട്ടെ. തിരഞ്ഞെടുക്കേണ്ടത് ജനങ്ങളാണ്. ഈ 9 അടക്കം 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് അറിയുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്.